വെല്ലുവിളിയുടെ ഒരു പ്രശ്നം മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം സുജയ പറയുന്നുണ്ടായിരുന്നു ആദ്യം വെല്ലുവിളിച്ചത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, അതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇത് വരുന്നത്. ശരിയാണ്. നോക്കൂ, ഈ ഒരു സമരത്തിൻ്റെ രീതി എന്താണെന്നറിയോ? നമ്മളിപ്പം ഈ കേരളത്തിൽ എത്ര പേരെ നമ്മളിങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയെ റോഡിലിറങ്ങാൻ അനുവദിക്കില്ല, വിദ്യാഭ്യാസ മന്ത്രിയെ റോഡിലിറങ്ങാൻ അനുവദിക്കുന്നില്ല എന്ന് ഞങ്ങളുടെ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി ബോർഡ് സമരം നടത്തുന്ന സമയത്ത് നമ്മൾ ടി എം ജഗ്ഗിനെതിരെ കൊടിപിടിച്ച് സമരം ചെയ്തിട്ടുണ്ട്. റോഡിലിറങ്ങാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നു, ഒരു സമരത്തിൻ്റെ ഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പറയും നിങ്ങളെ ഞങ്ങൾ ഈ ഒരു ക്യാമ്പസിലും കാലുകൂത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് ഗവർണറുടെ വീട്ടിൻ്റെ വാതുക്കൽ പോയി ഗവർണറെ ഈ വിദ്യാർത്ഥികൾക്ക് തടയാൻ കഴിയുന്നൊരു മെക്കാനിസം ഇല്ല സുജയ, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഗവർണർ എങ്ങനെയാണ് ആ ക്യാമ്പസുകളിലേക്ക് പോകുന്നത്? ക്യാമ്പസുകളിൽ ഇപ്പോൾ ഇന്നത്തെ കണക്കെടുത്താൽ ഒരു 3 വാഹനം അധികമായി അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയിൽ വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. 2, 300ഓളം പോലീസുകാരെ ഇദ്ദേഹത്തിൻ്റെ 600ഓളം പോലീസുകാരെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിക്കായി പൂർണ്ണമായും വിന്യസിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്ന തോക്കുകൊണ്ടും അങ്ങനെ ആയിക്കോട്ടെ, അല്ല ഞാൻ പറയുന്നത് തോക്കുകൊണ്ട് കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് ഇടയിലൂടെ അനവധി അകമ്പടി വാഹനങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളോടെ ഗവർണർ ഒരു ക്യാമ്പസിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയെ നേരിട്ടു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം വെറുതെ ഒന്ന് റോഡിലൂടെ ഇറങ്ങി നടന്നു പോകുന്നു അല്ലല്ലോ ചെയ്യുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ നമുക്കൊരു വെല്ലുവിളി ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ത്രെറ്റനിങ് ആണ്. ചോദിച്ചോട്ടെ, അതായത് KSUം യൂത്ത് കോൺഗ്രസും ഒക്കെ കരിങ്കൊടി കാണിക്കുകയും ഷൂ എറിയുകയും ഒക്കെ ചെയ്തപ്പോൾ സുരക്ഷ കൂട്ടിയല്ലോ. എത്ര വാഹനങ്ങളാ മുന്നിലും പിന്നിലും പോകുന്നത്? ഡോക്ടർ അരുൺകുമാർ നേരിട്ട് കണ്ടിട്ട് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു 70. ഗവർണർ ഈ 3 ദിവസത്തേക്കാ പോയത്, അല്ലാതെ ഈ 35 ദിവസത്തേക്കല്ല. ഇപ്പോൾ ഒരാൾ അങ്ങനെ സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കാണാതെ പോകരുത്. അതല്ല, അങ്ങയുടെ കണ്ണടയുടെ ദൃഷ്ടിയിൽ അതും വരണം. വരും. അതായത് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇതിനെയൊക്കെ നേരിട്ട് കളയും, എന്നെ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സുജയ, ഇതൊരു സാധാരണക്കാരൻ നടത്തുന്ന വെല്ലുവിളിയല്ല. ഇപ്പൊ ഞാൻ ഈ ഓഫീസിലേക്ക് കടന്നു വന്നാൽ പറയട്ടെ ഞാൻ ഇപ്പൊ ഈ ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ തടയും എന്ന് സുജയ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയട്ടെ നമ്മൾ തമ്മിൽ ഉണ്ടാവുക. ഇത് അങ്ങനല്ലേ ഗവർണർ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? സർവ്വസന്നാഹങ്ങളോടും കൂടിയുള്ള വലിയൊരു സുരക്ഷാ കവചത്തിന്റെ അകത്ത് നിന്നൊരു ക്യാമ്പസിലേക്ക് എത്തിയിട്ട് ഞാനിതാ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതൊന്നും വലിയൊരു കാര്യമായിട്ടല്ല. അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരം വെല്ലുവിളികളെ ഈ രീതിയിലല്ല ഒരു ഗവർണർ കൈകാര്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും സുപ്രധാനമായ കാര്യം ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അങ്ങ് പല ആളുകളെയും ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്കും കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്കും ഒക്കെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എന്തടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്? എവിടുന്ന് ലിസ്റ്റ് കിട്ടി, എന്തടിസ്ഥാനത്തിലാണ് ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്കത് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഗവർണർ മറുപടി പറയുന്നത്. അതെങ്ങനെയാണ് ഒരു ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊരു മൈക്കിന് മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ജേർണലിസ്റ്റോടല്ല സംസാരിക്കുന്നത്, ഒരു സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ഇവരെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എനിക്ക് ഇവരെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ എന്താണ്, ഏതൊക്കെ ഘടകങ്ങളാൽ ഇവരവിടെ ഇരിക്കാൻ യോഗ്യരാണ് എന്ന് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു അവസരമാണ് ഗവർണർ ഇന്ന് അത് ഉപയോഗിക്കേണ്ടിയിരുന്നത്. അതിന് പകരം എനിക്ക് സൗകര്യമില്ല പറയാനൊന്നും, ഞാൻ അക്കൗണ്ടബിൾ ആയിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനോട് മാത്രമാണ് എന്നും പറയുന്ന പോരുതേ. കാരണം വെച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റിന് ശമ്പളം കൊടുക്കുന്നതും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ശമ്പളം കൊടുക്കുന്നതും ഞാൻ അധ്വാനിക്കുന്ന ശമ്പളത്തിൽ ഞാൻ അധ്വാനിക്കുന്ന പൈസ എന്ന് കൊടുക്കുന്ന നികുതി എന്നാണ്. അപ്പോൾ എൻ്റെ അടുക്കൽ ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ ഗവർണർക്ക്? അല്ലെങ്കിൽ ഗവർണർക്ക് തോന്നിയതുപോലെ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക്, നമ്മളിപ്പം ഞാൻ പറയട്ടെ, ഇപ്പം മുഖ്യമന്ത്രി ഒരു അപ്പോയിൻമെന്റ് നടത്താൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു അപ്പോയിൻമെന്റ് നടത്തി നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാണ് ചർച്ച നടത്തുന്നത്? എൻഡ് ഓഫ് ദ ഡേ എന്നോടാണ് ഈ സർക്കാരും ഈ ഗവർണറും ഈ പ്രസിഡന്റും എല്ലാം ബാധ്യതപ്പെട്ടിരിക്കുന്നത്, കമ്മിറ്റഡ് ആയിരിക്കുന്നത്. എനിക്കറിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് നിങ്ങൾ വ്യക്തമായ മറുപടിയും വിശദീകരണവും നൽകുക എന്നുള്ളതാണ് ജനാധിപത്യ മര്യാദ. ആ മര്യാദ ഗവർണർ വെച്ച് പുലർത്തേണ്ടതുണ്ട്. അതായത് ഗവർണർ ശരിക്കും അക്കൗണ്ടബിൾ ആരോടാണ്? ഗവർണർ പറഞ്ഞതുപോലെ പ്രസിഡന്റിനോടാണ് എന്ന് പറയുന്നത് അതല്ലേ ഫാക്ട്? ഗവർണർ ആരോടാണ് അക്കൗണ്ടബിൾ? ആരോടാണ്? നമ്മൾ ഈ പറയുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. അക്കൗണ്ടബിൾ ആരോടാണ്? വളരെ കൃത്യമാണ്, ഗവർണർ അക്കൗണ്ടബിൾ ആയിരിക്കുന്നത് പ്രസിഡന്റോടാണ്. എങ്ങനെയാണ് പ്രസിഡന്റിനോട് അക്കൗണ്ടബിൾ ആയിരിക്കുന്നത് അറിയോ? നമ്മൾ ഈ അറ്റൻഡൻസ് വയ്ക്കുന്നത് പോലെയാണ്. അത് തികച്ചും സാങ്കേതികമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഈ സർക്കാർ അതാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? ഇന്നലെയാണെന്ന് തോന്നുന്നു ഈ പറയുന്ന പുകയുടെ പ്രശ്നമുണ്ടായി അല്ലേ? അവിടെ ആക്രമണം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി അവിടെ സ്റ്റേറ്റ്മെന്റ് നടത്തണമെന്ന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടത് ആവശ്യമാണെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? പ്രധാനമന്ത്രി അക്കൗണ്ടബിൾ ആയിരിക്കുന്നതും പ്രസിഡന്റിനോടാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അക്കൗണ്ട് ആയിരിക്കുന്നത് പാർലമെന്റിനോടാണ്. എനിക്ക് അതിന്റെ ഹൈറാർക്കി അറിയില്ല അല്ലേ? ആ അർത്ഥത്തിൽ ഈ പറയുന്ന അല്ലെങ്കിൽ മണിപ്പൂർ സംഭവം ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ട് പ്രസ്താവന നടത്തണം എന്ന് പറയുന്നത് ഒരു ഒറ്റ കാര്യം ഉണ്ട്. ഉണ്ണി സാർ ഒന്ന് പൂർത്തിയാക്കട്ടെ, അതിനുശേഷം വരാം. ഉണ്ണി സാർ കംപ്ലീറ്റ് ചെയ്തോളൂ. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ഒരു ഹൈറാർക്കി വെച്ച് ഒരു അക്കൗണ്ടബിലിറ്റി അല്ല ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ എല്ലാവരും പരസ്പരം കമ്മിറ്റഡ് ആണ്. ഇനി ഏത് പൊസിഷനിൽ ആരിരുന്നാലും അവർ ആത്യന്തികമായി കമ്മിറ്റഡ് ആയിരിക്കുന്നത് സമൂഹത്തോടാണ്, ജനങ്ങളോടാണ്. അവിടെ ഒന്നും എനിക്കൊരു ക്ലാരിറ്റി നൽകേണ്ട കാര്യമില്ല, എനിക്കൊരു വിശദീകരണവും നൽകേണ്ട കാര്യമില്ല. ഞാനെല്ലാം പ്രസിഡന്റിനെ ധരിപ്പിച്ചോളാം എന്ന് പറയുന്നത് ശരിയായ ഒരു ജനാധിപത്യ രീതിയല്ല. അതാണ് എൻ്റെ പ്രശ്നം.
Meet the editors.